അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ അന്നവവിയയിലെ ഈ ഹദീസ് പഠനം ശ്രവിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് നമുക്ക് 20-ാമത്തെ ഹദീസാണ് മനസ്സിലാക്കുവാനുള്ളത്. പ്രസ്തുത ഹദീസ് നമുക്ക് ഇപ്രകാരം വായിക്കാം. അൻ അബി മസ്ഊദിൻ ഉഖ്ബത്ത് ബിൻ അംറിനിൽ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ അദ്റക الناس മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശി റവാഹുൽ ബുഖാരി. അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംറിനിൽ അൻസാരി അൽ ബദ്രിയിൽ നിന്നാണ് ഈ ഹദീസ്. ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി പ്രമുഖ സഹാബിയാണ്, മദീനക്കാരനാണ്, അൻസാരിയാണ്. അദ്ദേഹത്തെ അൽ ബദ്രി എന്നാണ് ഇവിടെ മറ്റൊരു വിശേഷണമായി ഉണർത്തപ്പെട്ടത്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് നൽകപ്പെട്ട നാമകരണമല്ല അൽ ബദ്രി എന്നുള്ളത്. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ബലപ്പെട്ട അഭിപ്രായം. പിന്നെ അദ്ദേഹത്തെ അൽ ബദ്രി എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം പിൽക്കാലത്ത് ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം നടന്ന ആ സ്ഥലത്ത് താമസമാക്കിയതിനാലാണ്. ബദറിൽ താമസിച്ച വ്യക്തി എന്ന നിലക്ക് ബദർ എന്ന സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ടാണ് അൽ ബദ്രി എന്ന് അദ്ദേഹത്തെ പറയുന്നത്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സമകാലീനരായിരുന്നു ഉഖ്ബത്ത് ബിൻ അംർ. 2-ാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്ന ചരിത്രമാണ്, അദ്ദേഹം ഒരു മൗലയെ അടിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അടികൊണ്ട മൗല അഊദു ബില്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം കേട്ട്, ഈ രംഗം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ് എന്ന് പറയുകയുണ്ടായി. അബൂ മസ്ഊദ് മനസ്സിലാക്കിക്കോ, അബൂ മസ്ഊദ് മനസ്സിലാക്കിക്കോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലല്ലാഹ് അഖ്ദറു അലൈക മിൻക അലൈഹി, ആ അടിമയ്ക്ക് മേൽ നിനക്കെത്ര ഊക്ക് കാണിക്കുവാൻ, കഴിവ് കാണിക്കുവാൻ കഴിയുമോ അതിനേക്കാൾ നിന്നോട് ഊക്ക് കാണിക്കാൻ അള്ളാഹു കഴിവുറ്റവനാണ് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചമ്മട്ടി താഴെയിട്ടു. പിന്നെ ആ അടിമയെ മോചിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഇനി ഞാനൊരിക്കലും ഒരു മംലൂക്കിനെയും അടിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത്, ലൗ ലം തഫ്അൽ ലലഫഹത് ഖന്നാർ, അബൂ മസ്ഊദ് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നരകത്തീ നിങ്ങളെ നക്കിത്തുടക്കുമായിരുന്നു, അല്ലെങ്കിൽ ലലമസത് ഖന്നാർ, നരകം നിങ്ങളെ സ്പർശിക്കുമായിരുന്നു എന്നൊക്കെയാണ്. അദ്ദേഹം തന്നെ പിന്നീട് പ്രതികരിക്കുന്നത്, അതിൽ പിന്നെ ഞാൻ ഒരടിമയെയും അടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഏതായാലും മഹനീയനായ സഹാബിയാണ് അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റക الناس മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ഇന്ന മിമ്മാ അദ്റക الناس, ജനങ്ങൾ കണ്ടെത്തിയ, മനസ്സിലാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്, മിൻ കലാമിൻ നുബുവത്തിൽ ഊല, മുൻകടന്ന പ്രവാചകത്വത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന്. ഇവിടെ മുൻകടന്ന നുബുവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അന്നുബുവത്ത് സാബിഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. ഈ നുബുവത്തിന് മുമ്പുള്ള നുബുവത്ത്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം വരേക്കുള്ള ആ ദീർഘകാലത്തെ നുബുവത്ത്, പ്രവാചകത്വത്തിൽ, പ്രവാചകത്വ അധ്യാപനങ്ങളിൽ കേട്ട ആളുകൾ മനസ്സിലാക്കിയ, ഉൾക്കൊണ്ട സംസാരങ്ങളിൽ പെട്ടതാണ് എന്ത്? ഇദാ ലം തസ്തഹി, നിനക്ക് ഹയാ, ലജ്ജ ഉണ്ടായിട്ടില്ലെങ്കിൽ, ഫസ്ന, നീ ചെയ്തു കൊള്ളുക, മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നത്. ഇസ്തഹിയ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു, തസ്തഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ലജ്ജിക്കും, ലജ്ജിക്കുന്നു. അതിനു മുമ്പിൽ ലം എന്ന ജാസിമത്ത് വന്നു. ആ അവ്യയം വന്നപ്പോൾ നീ ലജ്ജിച്ചിട്ടില്ല എന്നർത്ഥം. അതിനു മുമ്പിൽ ഇതാ വന്നു. നീ ലജ്ജിച്ചിട്ടില്ല എന്ന അവസ്ഥയിലായാൽ ഫസ്ന, നീ ചെയ്തോ, മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇവിടെ ഈ ഒരു പ്രയോഗത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വിശദീകരണങ്ങൾ കാണുവാൻ സാധിക്കും.
എന്താണ് ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത എന്നതിൻ്റെ താല്പര്യം എന്ന വിഷയത്തിൽ. ഏതായാലും ആ ഒരു വാചകം അത് ഇവിടെ പ്രവാചകത്വ ശൃംഖല നിലനിന്ന കാലമത്രയും കേൾക്കപ്പെട്ടതും അറിയിക്കപ്പെട്ടതും ആളുകൾ പ്രവാചകന്മാർ സമ്മാനിച്ച ദൂതായി മനസ്സിലാക്കിയതുമായ വിഷയമാണ്. ആ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, അതൊരു മദ്ഹായി പറയപ്പെട്ടതാണോ അതല്ല ഒരു ദമ്മായി പറയപ്പെട്ടതാണോ? മദ്ഹ് എന്ന് പറഞ്ഞാൽ അതൊരു പുകഴ്ത്തലായി ഒരു പ്രശംസയായി പറയപ്പെട്ടതാണോ അതല്ല ഒരു ആക്ഷേപമായി പറയപ്പെട്ട പ്രയോഗമാണോ? മദ്ഹായി എന്ന് പറഞ്ഞാൽ ഇദാലം തസ്തഹി, നീ ലജ്ജിക്കേണ്ടതില്ലാത്ത കാര്യമാണ് എങ്കിൽ ഫസ്ന മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ തൊട്ടും ജനങ്ങളെ തൊട്ടും ലജ്ജിക്കേണ്ടതില്ലാത്ത വിഷയമാണ് എങ്കിൽ പ്രശ്നമാക്കേണ്ട, നീ ചെയ്തു കൊള്ളുക എന്നാണ് അതിൻ്റെ താല്പര്യം. ഒരു സംഗതിയെ തൊട്ട് ലജ്ജിക്കേണ്ടതില്ലാത്തതാണ് എങ്കിൽ ആ സംഗതി ഉപേക്ഷിക്കേണ്ടതില്ല, നീ ചെയ്തു കൊള്ളുക. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് മദ്ഹിനെയാണ്, ചെയ്യാനുള്ള കൽപ്പനയാണ്. കാരണം എന്തുകൊണ്ട്? ചെയ്യുന്ന കാര്യം സ്തുത്യർഹമാണ്, പുണ്യവും നന്മയുമാണ്. അതിൽ ലജ്ജിക്കേണ്ട ഒരാവശ്യമല്ല. അള്ളാഹുവെ തൊട്ടും ലജ്ജിക്കേണ്ട, പടപ്പുകളെ തൊട്ടും ലജ്ജിക്കേണ്ട. നല്ലതാകുമ്പോൾ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ലജ്ജയില്ലാത്തവൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലും ലജ്ജയില്ലാത്തത് ചെയ്തു എന്നുള്ള ഒരു കുറ്റം വരികയുമില്ല. കാരണം ലജ്ജിക്കപ്പെടേണ്ടതില്ലാത്ത കാര്യമാണ് ചെയ്തത്, അത് ചെയ്യാനുള്ള കൽപ്പനയാണ് എന്നതിനാൽ. എന്നാൽ ഇത് മദ്ഹല്ല, ദമ്മാണ്, ആക്ഷേപസ്വരത്തിലുള്ള ഒരു പ്രയോഗമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇദാലം തസ്തഹി, നിനക്ക് ലജ്ജയില്ല എങ്കിൽ ഫസ്ന മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക. അള്ളാഹുവിനെ തൊട്ടും ലജ്ജല്ല, പടപ്പുകളെ തൊട്ടും ലജ്ജല്ല, എന്തും ചെയ്യും എന്ന രീതിയിൽ ഒരാൾ ലജ്ജയില്ലാത്ത നിർലജ്ജനായൊരു മനുഷ്യനാണ് എങ്കിൽ പിന്നെ അയാൾ നിഷിദ്ധങ്ങൾ വകവെക്കാതെ, മാന്യതകൾ പരിഗണിക്കാതെ എന്ത് വൃത്തികേടുകളും പ്രവർത്തിക്കും. മനുഷ്യത്വത്തെ ഹനിക്കുന്ന, മാന്യതയെ കെടുത്തുന്ന എന്തും ചെയ്യും. കാരണം അയാൾക്ക് ഹയ ഇല്ല, ലജ്ജയില്ല എന്നതാണ് അതിൻ്റെ കാരണം. ഈ പ്രയോഗം മദ്ഹാണെന്ന് വെച്ചാൽ പ്രവൃത്തിയെക്കുറിച്ചാണ്, അത് ലജ്ജിക്കപ്പെടേണ്ടതാണോ അല്ലേ എന്നുള്ള വിഷയം വരിക. എന്നാൽ ഈ പ്രയോഗം അത് ആക്ഷേപാർഹവും ദമ്മുമാണ് എങ്കിൽ പ്രവർത്തിക്കുന്നവൻ, അവനിലേക്കാണ് ലജ്ജയുടെ വിഷയം വരിക. അവൻ ലജ്ജയുള്ളവനല്ലെങ്കിൽ മാന്യതയെ തകർക്കുന്ന, മനുഷ്യത്വത്തെ ഹനിക്കുന്ന, ധാർമ്മികതയെ കളങ്കപ്പെടുത്തുന്ന എന്തും ചെയ്യാം എന്ന ആശയത്തിൽ. ഇത് മദ്ഹായി ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള, ഇമാം അബൂ ഇസ്ഹാഖ് അൽ മർവസിയെ പോലുള്ള അദ്ദേഹം ഷാഫിഈ പണ്ഡിതനാണ്, പല പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുണ്ട്. വലിയൊരു അളവ് പണ്ഡിതന്മാർ ഈ പ്രയോഗം മദ്ഹല്ല, ഇത് ദമ്മാണ് എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. രണ്ടാശയങ്ങളെയും ഈ പ്രയോഗങ്ങൾ അറിയിക്കുന്നുണ്ട്. രണ്ടും മതപരമായി, ഇസ്ലാമികമായി തേട്ടമുള്ള പ്രയോഗമാണ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രാമാണികർ വിശദീകരിച്ചതനുസരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത് ദമ്മാണ്, ആക്ഷേപ സ്വരം ഉള്ള പ്രയോഗമാണെന്ന് പറഞ്ഞവർ ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഉദ്ദേശിച്ചത് ചെയ്തോ എന്നത് കൽപ്പനയാണോ അതല്ല അതൊരു പ്രസ്താവനയാണോ? ചിലർ പറഞ്ഞു താക്കീതോടു കൂടിയുള്ള, മുന്നറിയിപ്പോടു കൂടിയുള്ള ഒരു കൽപ്പനയാണിത്. നിനക്ക് ലജ്ജയില്ല എങ്കിൽ ഫസ്ന മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തോ എന്നത് തികഞ്ഞ താക്കീതാണ്, മുന്നറിയിപ്പാണ്. എന്ന് പറഞ്ഞാൽ നീ ശിക്ഷാർഹനാണ്, നിനക്കതിൽ നഷ്ടവും പരാജയവുമാണ്. അങ്ങനെ പല പ്രയോഗങ്ങളും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൽപ്പനയുടെ സ്വരമാണെങ്കിലും അത് ചെയ്യാനല്ല, പിന്നെയോ അത് താക്കീതായി, മുന്നറിയിപ്പായി വന്ന പ്രയോഗങ്ങളാണ്. ആ രീതിയിൽ നമ്മൾ ധാരാളം പ്രയോഗങ്ങളെ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിലും വായിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞത് ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത എന്നുള്ളത് ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന കൽപ്പനയെ ഉൾക്കൊള്ളുന്നു. ലജ്ജയില്ലാത്തവനാണ്, തോന്നിയത് പ്രവർത്തിക്കുക എന്നുള്ള ഒരു പ്രസ്താവന, അതിനെയാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. ലജ്ജയില്ലാത്തവൻ തോന്നിയത് പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ലജ്ജയില്ലായ്മയിൽ തോന്നിയത് പ്രവർത്തിക്കുന്നവർ ആകാൻ പാടില്ല എന്നുള്ള ഒരു ആഹ്വാനം അതാണ് ഈ പ്രയോഗത്തിൽ ഉള്ളതെന്നാണ് ഉണർത്തപ്പെട്ടിട്ടുള്ളത്. എല്ലാം ഒരു ശരിയായ വായനയാണ്. നമ്മുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ പ്രമാണവചനങ്ങളെ, പ്രയോഗങ്ങളെ നമ്മൾ മുഖവിലക്കെടുത്താൽ ഈ ആശയങ്ങളൊക്കെ തരുന്ന രീതിയിലുള്ളതായ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും.
ഇവിടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലജ്ജയുടെ പ്രാധാന്യത്തെയും ലജ്ജയുടെ ഹയാഇൻ്റെ ആവശ്യകതയെയും ഉണർത്താനാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് നമുക്ക് ലജ്ജ വേണം, പടപ്പുകളെ തൊട്ടും നമുക്ക് ലജ്ജ വേണം. അള്ളാഹുവിനെ തൊട്ട് നമുക്ക് ലജ്ജയുണ്ടാകുമ്പോൾ അള്ളാഹു കൽപ്പിച്ചത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ആളുകളായിരിക്കും. അള്ളാഹു വിരോധിച്ചിടത്ത് നമ്മൾ ആ വിരോധം ചെയ്യുവാൻ ആളായി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇസ്തഹ്യൂ മിൻ അല്ലാഹി ഹഖൽ ഹയാ, അള്ളാഹുവെ തൊട്ട് നിങ്ങൾ യഥാവിധം ലജ്ജിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ എന്ന് പറഞ്ഞപ്പോൾ തലയും തല ഉൾക്കൊണ്ട അവയവങ്ങളും ഉടലും ഉടൽ ഉൾക്കൊണ്ട അവയവങ്ങളും അതിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതേപോലെ മരണത്തെ ഓർക്കുക എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്ന മാർഗേണ ആ വിഷയങ്ങളെ ഉണർത്തുകയുണ്ടായി. പടപ്പുകളെ തൊട്ടും ലജ്ജയുണ്ടാകേണ്ടതുണ്ട്. ആ ലജ്ജയും അനിഷ്ടങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും മനുഷ്യരെ വിലക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിനെ തുടർന്ന് സ്ത്രീകളോട് ബൈഅത്ത് വാങ്ങുമ്പോൾ ആ ബൈഅത്തിൻ്റെ വിഷയങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ ഹിന്ദു ബിന്ദു ഉത്ബയോട് ബൈഅത്ത് വാങ്ങുന്ന സമയം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവ തസ്നിൽ ഹുറത്തു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ ഒരു സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമോ എന്ന്. ആ ഒരു പ്രയോഗം അവർ നടത്താൻ കാരണം അവരുടെ ഇന്നലകളെ അനുസ്മരിച്ചും ഓർത്തുമാണ്. അവർ ഇസ്ലാം ആശ്ലേഷിച്ച് ബൈഅത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴാണ് അവരുടെ ഈ ഒരു പ്രയോഗം. അപ്പോൾ സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമോ എന്ന് അവർ ചോദിക്കുന്നത് അവരുടെ ഇന്നലകളുടെ പാതിവ്രത്യത്തെക്കുറിച്ചും അതേപോലെ ലൈംഗിക ശുദ്ധിയെക്കുറിച്ചുമാണ് അറിയിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടല്ല അവർ അത് ചെയ്യാതിരുന്നത്, പിന്നെയോ ലജ്ജാശീലമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജനങ്ങളെ തൊട്ടുള്ള ലജ്ജ അതും തിന്മകളിൽ നിന്ന് വിലക്കുമെന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് ചിലർ ഉദ്ധരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ തൊട്ടും പടപ്പുകളെ തൊട്ടും ലജ്ജാലുവായിരിക്കണം വിശ്വാസി. അത് പ്രതിഫലം മോഹിച്ചും കൂലി കാക്ഷിച്ചും നീയത്തോടു കൂടിയുള്ള ലജ്ജ. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിൽ ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലജ്ജ നല്ലത് മാത്രമാണ് കൊണ്ടെത്തിക്കുക. അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാൻ്റെ ഒരു ശാഖയാണ് ലജ്ജ. ഇതൊക്കെ ലജ്ജാശീലത്തിൻ്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും അറിയിക്കുന്ന തിരുമൊഴികളാണ്. ജന്മസിദ്ധമായി ലജ്ജ എന്ന സ്വഭാവം ലഭ്യമാകുന്നതുണ്ട്. അങ്ങനെ ലഭ്യമായ ലജ്ജയുടെ ഉദാഹരണമാണ് നമ്മൾ ഹിന്ദ് ബിന്ത് ഉത്ബയുടെ പ്രയോഗത്തിൽ മനസ്സിലാക്കുന്നത്. അഭ്യസിച്ച് നേടുന്ന ലജ്ജയുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അറിയിപ്പുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അരുൾപ്പാടുകൾ, ഇതൊക്കെ ഉൾക്കൊണ്ട് ലജ്ജ അഭ്യസിച്ച് നേടുന്ന ജീവിതത്തിൽ സ്വീകരിക്കുന്ന അവസ്ഥ. ലജ്ജ നല്ലത് മാത്രമാണ് കൊണ്ടെത്തിക്കുക എന്ന ആ പ്രയോഗത്തിൽ നന്മ നേടുന്ന വിഷയത്തിൽ വിലങ്ങാകുന്ന തടസ്സമാകുന്ന ചിലരുടെ ലജ്ജയുണ്ട്. അത് ഉദ്ദേശമല്ല. ചിലർ അറിവന്വേഷിക്കുന്നതിൽ, ദീനന്വേഷിക്കുന്നതിൽ, മതവിധി തേടുന്നതിൽ, ഫത്വ ചോദിക്കുന്നതിലൊക്കെ ലജ്ജാലുക്കളാകും. അത് ഫലപ്രദമായ ഗുണപ്രദമായ ലജ്ജ അല്ല. മഹ്മൂദായ ലജ്ജയും മദ്മൂമായ ലജ്ജയും അവിടെയാണ് പണ്ഡിതന്മാർ വേർതിരിച്ച് പറഞ്ഞു തരുന്നത്. സ്തുത്യർഹമായ സ്വഭാവമായ ലജ്ജയുണ്ട്, എന്നാൽ ആക്ഷേപാർഹമായ രീതിയിലുള്ള ലജ്ജയുമുണ്ട്. നമ്മൾ സ്തുത്യർഹമായ ലജ്ജയുടെ വാക്താക്കൾ ആകണം എന്നതാണ് തിരുമൊഴിയുടെ സാരം. ഈ ഹദീസുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി എന്ന് പറയുന്ന ഇമാം മാലിക്കിൻ്റെ ശിഷ്യനും ഇമാം മാലിക്കിൻ്റെ റാവിമാരിൽ പ്രസിദ്ധനുമായ വ്യക്തി. ഈ അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ ഒരു ദുർനടപ്പുകാരനായിരുന്നു. മദ്യപാനം ദുശ്ശീലമായി ഉണ്ടായിരുന്നു. എല്ലാ തിന്മകളിലേക്കും പ്രോത്സാഹനം നൽകുന്ന ഒരു കൂട്ടുകെട്ടും അയാൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു റൗഡിയെപ്പോലെ കയ്യിൽ ഒരു കത്തി പിടിച്ച് തൻ്റെ സഖാക്കളോടൊപ്പം ഇരിക്കുന്ന ഖാനബി ഇമാം ഷുഅബത്ത് ബിനുൽ ഹജ്ജാജിനെ കാണുകയാണ്. ഷുഅബ നടന്നു പോകുന്നു. ഇമാം ഷുഅബ പ്രമുഖ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. കൂഫയിലും ബസ്രയിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ധാരാളമാണ്. ഷുഅബ നടന്നു പോകുമ്പോൾ ഹദീസ് പഠിക്കുന്ന ശിഷ്യഗണങ്ങൾ കൂടെയുണ്ട്.
ഖാനബി ഷുബയെ നോക്കി ചോദിക്കുകയാണ്, ആരാണ് ഇയാൾ? പറയപ്പെട്ടു അത് ഷുബയാണ്, ഷുബത്ത് ബിനുൽ ഹജ്ജാജ്. അപ്പോൾ ഖാനബി, ആരാണ് ഷുബ? അപ്പോൾ പറയപ്പെട്ടു, പണ്ഡിതനാണ്, ഹദീസ് പറയുന്ന പഠിപ്പിക്കുന്ന മുഹദ്ദീസാണ്. ഉടൻ ആ കൂട്ടത്തിൽ നിന്ന് തൻ്റെ കത്തിയുമായി ഖാനബി ചാടി എഴുന്നേറ്റു. ഷുബയുടെ അടുക്കൽ ചെന്ന് കത്തി ചൂണ്ടി, ഹദീസ്നി, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരൂ, എന്നോട് ഹദീസ് പറയൂ എന്ന് ഭീഷണിപ്പെടുത്തി. അറിയാനും പഠിക്കാനുമായിരുന്നില്ല ആ ചോദ്യം. പിന്നെയോ ഒരു ദുർനടപ്പിൻ്റെ ഒരു ഉപരിപ്ലവ പ്രകടനം മാത്രമായിരുന്നു. അപ്പോൾ ഇമാം ഷുഅബ നോക്കുമ്പോൾ ഖാനബി ഒരു വിജ്ഞാന കുതുകിയുടെ വേഷവിധാനത്തിലല്ല, ഒരു ചുവന്ന തുണിയുടുത്ത് ഒരു റൗഡിയെപ്പോലെ, പിന്നെ കയ്യിലൊരു കത്തിയുമായി ഹദീസ് കേൾക്കാൻ നിൽക്കുന്ന ഖാനബിയെ കണ്ട്, നീ ഹദീസ് പഠിക്കുന്ന ആളോ ഹദീസ് പഠിക്കാൻ യോഗ്യനോ അല്ല എന്ന നിലക്ക് ഇമാം ഷുഅബ പ്രതികരിച്ചു. അപ്പോൾ കത്തി ചൂണ്ടി, ഹദീസ് പറഞ്ഞില്ല എങ്കിൽ ഞാൻ ഇത് പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇമാം ഷുഅബ ഹദീസ് ഹദ്ദസന അൽ മൻസൂർ അൻ റബീഇൻ അൻ അബി മസ്ഊദിൻ ഉഖ്ബത്ത് ബിൻ അംറിൻ അൻസാരി എന്ന് തുടങ്ങി ഈ ഹദീസ് അവിടെ കേൾപ്പിച്ചു. ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത്. ഇത് ഇമാം ഷുഅബ കേൾപ്പിച്ചപ്പോൾ അതിലെ അവസാനം ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത് എന്നത് ഖാനബിയുടെ ഖൽബിൽ കൊണ്ടു. അദ്ദേഹം അല്പം രൂക്ഷഭാവത്തിലും കാർക്കശ്യത്തിലുമായിരുന്നുവെങ്കിലും ഇത് കേട്ടതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് തണുത്തു, കൈകൾ കുഴഞ്ഞു, ഉയർത്തിയ കത്തി താഴ്ത്തി അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങി. ഖാനബി റഹിമഹുല്ല നേരെ വീട്ടിൽ ചെന്ന് തൻ്റെ ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ, എൻ്റെ കൂട്ടുകാർ ഇനി വരികയാണ് എങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിച്ച് സൽക്കരിച്ച് അവരോട് ഇനി ഖാനബി നിങ്ങളുടെ കൂട്ടുകാരനായില്ല എന്നുള്ളത് അറിയിക്കണം. മദ്യപിച്ചിരുന്ന പാത്രങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടണം എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതാഭിലാഷം ആ ഉമ്മയെ അറിയിച്ച് ഖാനബി വിശുദ്ധ മദീനയെ ലക്ഷ്യമാക്കി ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ആവോളം പഠിച്ച് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പുതിയൊരു വഴി കണ്ടെത്താൻ മാർഗമായി ഭവിച്ച ഷുഅബത്ത് ബിനുൽ ഹജ്ജാജിനെ കേൾക്കാനും കാണാനും അദ്ദേഹം ബസ്രയിലേക്ക് തിരിച്ചു. പക്ഷേ അദ്ദേഹം ബസ്രയിൽ എത്തുന്നതിന് മുമ്പ് ഇമാം ഷുഅബത്ത് ബിനുൽ ഹജ്ജാജ് മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൽപാന്താവ് നിശ്ചയിക്കുന്നതും വിധിക്കുന്നതും. അതിന് അള്ളാഹു ഓരോ കാരണക്കാരെ നിശ്ചയിക്കും. ഒരനുഗ്രഹീതമായ കാരണമായിരുന്നു ഇമാം ഷുഅബ റഹിമഹുല്ല എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി ഇമാം ഷുഅബയിൽ നിന്ന് ഒരൊറ്റ ഹദീസ് മാത്രമാണ് നിവേദനം ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഈ ഹദീസ് മാത്രമാണ്. ഇതിനപ്പുറം ഒരു ഹദീസ് പഠിക്കാനും മനസ്സിലാക്കാനും ഏറെ വെമ്പൽ കൊണ്ട വ്യക്തിയായിരുന്നു ഖാനബി ഇമാം ഷുഅബയിൽ നിന്ന്. പക്ഷേ അതിനുള്ള അവസരം അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ വെച്ച് ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ ഇമാം ഖാനബി അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏറെ ഏറ്റുവാങ്ങി വലിയൊരു ഹദീസ് പണ്ഡിതനായി, ഇമാം മാലിക്കിൻ്റെ ഏറ്റവും പ്രബല ശിഷ്യനായി, ഇമാം മാലിക്കിൻ്റെ ഏറ്റവും യോഗ്യനായ റാവിയായി മാറി എന്നുള്ളതാണ് ചരിത്രം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസുകളെ നോക്കിയാൽ അതിലൊക്കെയും അബ്ദുല്ലാ ഇബ്നു മസ്ലമ അൽ ഖാനബി എന്ന് പറയുന്ന റാവിയുടെ പേര് സനദിൽ നമ്മൾ വായിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിദായത്ത് അവനുദ്ദേശിക്കുന്നവർക്ക് കനിയും എന്നതിൻ്റെ ഒരു ചരിത്രം കൂടി നമ്മൾ ഈ സംഭവത്തിൽ സഹോദരന്മാരെ മനസ്സിലാക്കുകയാണ്. ഏതായാലും ഈ ഹദീസ് വളരെ സുന്ദരമായ ആശയങ്ങളെ ദ്യോതിപ്പിക്കുന്ന മഹനീയമായ ഹദീസാണ്. അതിൻ്റെ ചില വിഷയങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. റവാഹുൽ ബുഖാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവർക്കും സൽപാന്താവും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സത്യദീനിൽ അല്ലാഹു നമ്മുടെ കാൽപാദങ്ങളെ യഥാവിധം ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അല്ലാഹു നാമേവർക്കും തുണയേകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അല്ലാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നുള്ള നോമ്പും നമസ്കാരവും ഇതര പുണ്യകർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മളെ ഈ ആദർശത്തിൽ സ്നേഹിക്കുന്ന എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരോട് അല്ലാഹു പൊറുക്കുമാറാവട്ടെ.
അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.